സൗദിയിൽ വിദേശികളുടെ ലെവി ഒഴിവാക്കിയെന്ന വാർത്തകൾ ശരിയല്ലെന്ന് തൊഴിൽ മന്ത്രാലയം. ലെവി പിൻവലിക്കാനോ മാറ്റം വരുത്താനോ ചർച്ച നടന്നിട്ടില്ലെന്നും മന്ത്രാലയം വിശദീകരിച്ചു. തൊഴിൽ മന്ത്രാലയവുമായി കരാർ കമ്പനികൾ നടത്തിയ ചർച്ചയിലാണ് തെറ്റായ വാർത്ത പ്രചരിക്കുന്നത്. സൗദിയിലെ വിവിധ കരാർ കമ്പനി പ്രതിനിധികൾ ചേംബറിന് കീഴിൽ തൊഴിൽ മന്ത്രിയുമായി ചർച്ച നടത്തിയിരുന്നു. കോൺട്രാക്ടിംഗ് കമ്പനികളെ ഉയർന്ന ലെവിയിൽ നിന്ന് ഒഴിവാക്കുകയോ അല്ലെങ്കിൽ പ്രതിമാസ അടിസ്ഥാനത്തിൽ ലെവി ഈടാക്കാൻ അവസരമൊരുക്കുകയോ ചെയ്യണമെന്നതായിരുന്നു യോഗത്തിൽ കമ്പനികളുടെ ആവശ്യങ്ങളിൽ ഒന്ന്. ഇതാവശ്യപ്പെട്ടുകൊണ്ട് രാജാവിന് ശുപാർശ സമർപ്പിക്കുമെന്നും തൊഴിൽ മന്ത്രി യോഗത്തിൽ പറഞ്ഞിരുന്നു. ഇതാണ് തെറ്റായി വ്യാഖ്യാനിച്ച് ശുപാർശ കത്ത് നൽകിയെന്ന രൂപത്തിൽ വാർത്ത പ്രചരിക്കുന്നത്. സൗദിയിൽ വിദേശി തൊഴിലാളികൾക്കും കുടുംബങ്ങൾക്കും ലെവി നിലനിൽക്കുന്നുണ്ട്. നിശ്ചിത ശതമാനം ഓരോ വർഷവും വർദ്ധിക്കുന്ന രൂപത്തിലാണിത്. സാമൂഹ്യ മാധ്യമങ്ങളും ചില ഓൺലൈൻ മാധ്യമങ്ങളിലുമാണ് മന്ത്രാലയത്തെ ഉദ്ധരിച്ച് വാർത്ത പ്രചരിക്കുന്നത്. തെറ്റായ പ്രചാരണങ്ങൾക്കും വാർത്തകൾക്കും നിയമ നടപടി നേരിടേണ്ടി വരുമെന്ന് വാർത്താ മന്ത്രാലയവും ആഭ്യന്തര മന്ത്രാലയവും നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. മീഡിയ 1 മക്ക. പ്രവാസികൾക്ക് മുക്തിയാർ വോട്ട് അനുവദിച്ചുകൊണ്ടുള്ള നിയമ ഭേദഗതി ബിൽ ലോക്സഭ അംഗീകരിച്ച സാഹചര്യത്തിൽ പ്രവാസി രാഷ്ട്രീയ സംഘടനകൾ കൂടുതൽ സജീവമാകും. 2019 പൊതു തെരഞ്ഞെടുപ്പിൽ പ്രവാസി വോട്ടുറപ്പിക്കാനുള്ള തന്ത്രങ്ങൾക്ക് മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളും ഉടൻ രൂപം നൽകും. കേരളത്തിലെ പ്രധാന രാഷ്ട്രീയ കക്ഷികൾക്കൊക്കെയും പ്രവാസ ലോകത്ത് പോഷക സംഘടനകളുണ്ട്. UDF അനുഭാവ സംഘടനകൾക്കാണ് ഇതിൽ മേൽക്കൈ. തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ ഫണ്ട് സമാഹരണത്തിനപ്പുറം പ്രവാസി കൂട്ടായ്മകൾക്ക് വലിയ പങ്കൊന്നും സാധാരണഗതിയിൽ ലഭിക്കാറില്ല. എന്നാൽ മുക്തിയാർ വോട്ടിന് ലോക്സഭ അംഗീകാരം നൽകിയതോടെ പ്രവാസി പോഷക സംഘടനകൾക്ക് മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ കൂടുതൽ പരിഗണന നൽകാൻ നിർബന്ധിതരാകും. ഭാവിയിൽ പ്രവാസി പ്രതിനിധികൾക്ക് കൂടുതൽ സ്ഥാനാർത്ഥിത്വം ലഭിക്കാനും അത് പാതയൊരുക്കും. പൊതുതെരഞ്ഞെടുപ്പിന് ഇന്ത്യ ഒരുങ്ങാനിരിക്കെ പ്രധാന രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ഗൾഫിലെത്തി പോഷക സംഘടനകൾക്കും അണികൾക്കും ആവേശം പകരും. എന്നാൽ മുക്തിയാർ വോട്ട് സംബന്ധിച്ച ആശങ്കകൾ ചിലത് നിലനിൽക്കുന്നുണ്ട്. വിദേശത്തുള്ള ഒരു വോട്ടർ നാട്ടിലുള്ളവരെ ചുമതലപ്പെടുത്തിയാൽ അയാൾ പറയുന്ന പ്രകാരം തന്നെ വോട്ട് ചെയ്തുവെന്ന് എങ്ങനെ ബോധ്യപ്പെടും? ഇതാണ് എല്ലാവരും ഉന്നയിക്കപ്പെടുന്ന പ്രധാന ആശങ്കകളിലൊന്ന്. എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്താൽ നടപടി സ്വീകരിക്കുക എന്നതും എളുപ്പമാകില്ല. ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഭേദഗതിയിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികൾ. എങ്കിൽ പോലും പ്രോക്സി വോട്ടിന് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. അത്തരത്തിലുള്ള പ്രതിസന്ധികളെല്ലാം തടയുന്ന രീതിയിൽ ഉള്ള നിയമനിർമ്മാണം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ വോട്ട് നടപ്പാക്കിയാൽ അതാകും ഗുണകരമെന്ന അഭിപ്രായം തന്നെയാണ് പ്രവാസികളിൽ ഭൂരിഭാഗവും പുലർത്തുന്നതും. MC നാസർ, മീഡിയ 1, ദുബൈ. സൗദിയിൽ അടുത്ത മാസം മുതൽ നടപ്പിലാവുന്ന സ്വദേശിവൽക്കരണത്തിലെ ഭൂരിഭാഗം മേഖലകളും നേരിട്ട് ബാധിക്കുക മലയാളികളെയാണ്. ആദ്യഘട്ടത്തിൽ സ്വദേശിവൽക്കരണം നടപ്പിലാകുന്നത് വസ്ത്രം, ചെരുപ്പ് കടകളിലാണ്. ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന മലയാളികൾ കടുത്ത ആശങ്കയിലാണ് ഇപ്പോൾ. സെപ്റ്റംബർ 11 മുതലാണ് പുതിയ സ്വദേശിവൽക്കരണം. 70% സ്വദേശികളും 30% വിദേശികളും എന്നതാണ് സ്വദേശിവൽക്കരണ അനുപാതം. മലയാളികൾ ജോലിയെടുക്കുന്ന തുണിക്കടകൾ, ചെരുപ്പ്, ഷൂ കടകൾ തുടങ്ങിയവക്ക് നിയമം ബാധകമാണ്. കടുത്ത ആശങ്കയിലാണിപ്പോൾ മലയാളികൾ. മുഴുവൻ പ്രവാസിക്കും വളരെ തിരിച്ചടി തന്നെയാണ്. കാരണം ഈ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മലയാളികളെ ഒരുപാട് ആളുകളുള്ള ഒരു മാർക്കറ്റാണ്. ഈ മാർക്കറ്റ് കൂടുതലും ജെൻസിൻ്റെ കടകൾ തന്നെയാണ്. അല്ലാത്ത കടകളും മലയാളികളെ തന്നെ കൂടുതലായിട്ടുള്ളത്. സ്വദേശീയനെ വെച്ചിട്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള അറിയില്ല. ഇപ്പോൾ മാർക്കറ്റ് വളരെ ഡൗൺ ആണ്. സെയിൽസ്മാൻ ജോലിയടക്കം ഇനി ചെയ്യാനുമാകില്ല. സെയിൽസ്മാൻ പുതുക്കുന്നില്ല എന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുതുതായിട്ട് പുതുക്കിയിട്ടുള്ളൂ. ഇപ്പോൾ ആഗസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ പുതുക്കി. ഇപ്പോൾ എന്ന് വെച്ചാൽ സെയിൽസ്മാനെ ഞാൻ അടുത്തതിന് പുതുക്കില്ലായിരിക്കും. അപ്പോൾ സ്വദേശിവൽക്കരണത്തിൽ വരുമ്പോൾ നമ്മൾ മാറി ചിന്തിക്കണം. വേറെ എന്തെങ്കിലും തൊഴിൽ അന്വേഷിച്ച് പോകണം. 26 വർഷമായിട്ടുണ്ട് സൗദി അറേബ്യയിൽ. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശമാണ്. വാടക അടക്കം കെട്ടാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ കപ്പാലത്തടക്കം നമ്മൾ അക്കാമ പുതുക്കാൻ കൊടുത്തത് 14,000 റിയാലാണ്. ലെവി എല്ലാം പാടെ കൂട്ടിയിട്ട് 2.5 ലക്ഷം റുപ്യ വരും ഒരു വർഷം നമുക്ക് ഇവിടുന്ന് നിന്ന് പോകാൻ. ഗവൺമെന്റിന് കൊടുക്കേണ്ടത് മാത്രം. ദശാബ്ദത്തിലേറെയായി ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ് ഇവരിൽ പലരും. നിയമം നടപ്പിലാവുമെന്ന് കണ്ടതോടെ കടകളിൽ പുതിയ സ്റ്റോക്ക് ഇറക്കുന്നത് നിർത്തിവെച്ചു. അപ്പോൾ ഇവർ തീരുമാനം പുതിയ സ്വദേശികൾ വെച്ചിട്ടുള്ള ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പ്രയാസമാണ്. ഇല്ല, സാധനങ്ങളൊക്കെ ഇപ്പോൾ പർച്ചേസ് ഇല്ല, നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഭാവി ഇവർ മാറ്റം ഉണ്ടെങ്കിൽ വീണ്ടും എന്തെങ്കിലും തുടർന്നിരിക്കും. അല്ലെങ്കിൽ നാട്ടിൽ പോകാനുള്ളതാണ് നമ്മുടെ പ്ലാൻ. പലരും പെരുന്നാളിനോടനുബന്ധിച്ച് സ്പെഷ്യൽ ഡിസ്കൗണ്ടുകൾ നൽകി കട കാലിയാക്കാനുള്ള ഒരുക്കത്തിലാണ്. നൗഷാദ് ഇരിക്കൂർ, മീഡിയ 1, ദമ്മാം.
അബുദാബിയിലെ റോഡുകളിൽ നാളെ മുതൽ വേഗപരിധി മാറും. ഇനി മുതൽ റോഡരികിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വേഗപരിധിയിൽ ഇളവുണ്ടാകില്ല. നേരത്തെ രേഖപ്പെടുത്തിയ വേഗപരിധിയിൽ നിന്ന് മണിക്കൂർ 20 കിലോമീറ്റർ വരെ ഇളവ് അനുവദിച്ചിരുന്നു. അബുദാബിയിൽ വാഹനമോടിക്കുന്നവർ ഓഗസ്റ്റ് 12 മുതൽ വേഗപരിധിയെക്കുറിച്ച് കൂടുതൽ ജാഗ്രത പാലിക്കണം. മുമ്പ് റോഡരികിൽ രേഖപ്പെടുത്തിയ വേഗപരിധിയും വിട്ട് മണിക്കൂറിൽ 20 കിലോമീറ്റർ വരെ വേഗതയിൽ പിഴയില്ലാതെ വാഹനമോടിക്കാമായിരുന്നു. എന്നാൽ ഇനി മുതൽ രേഖപ്പെടുത്തിയ വേഗപരിധി കടക്കുന്ന അതേ മാത്രയിൽ റോഡിലെ റഡാർ ക്യാമറകൾ അമിത വേഗത്തിന് വാഹന ഉടമയെ പിടികൂടും, പിഴ ലഭിക്കും. ഇതനുസരിച്ച് അബുദാബി റോഡുകളിലെ മുഴുവൻ വേഗപരിധി ബോർഡുകളിലും മാറ്റമുണ്ടാകും. നേരത്തെ 60 കിലോമീറ്റർ വേഗപരിധി ഉണ്ടായിരുന്നിടത്ത് 80 കിലോമീറ്ററായി വേഗപരിധി മാറ്റി രേഖപ്പെടുത്തുമെങ്കിലും ഇതിലൂടെ മണിക്കൂറിൽ 81 കിലോമീറ്റർ വേഗതയിൽ വാഹനമോടിച്ചാൽ പോലും അമിത വേഗത്തിന് പിടിയിലാകും. അബുദാബി റോഡുകളിൽ മാത്രമാണ് ഇപ്പോൾ ഈ മാറ്റം നടപ്പാക്കുന്നത്. അതേസമയം വേഗപരിധിയിലെ ഇളവ് ഒഴിവാക്കുന്ന പശ്ചാത്തലത്തിൽ അമിത വേഗത്തിനുള്ള പിഴ ശിക്ഷ പകുതിയായി കുറയ്ക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. മീഡിയ 1 അബുദാബി. ഫൈനൽ എക്സിറ്റിൽ സൗദി വിട്ടുപോകുന്ന വിദേശ തൊഴിലാളികൾക്ക് പകരം വിസ അനുവദിക്കും. 2 വർഷ കാലാവധിയുള്ള തൊഴിൽ വിസ സമ്പ്രദായം തുടങ്ങാനും ധാരണയായി. ഇളം പച്ച, ഇടത്തരം പച്ച വിഭാഗത്തിൽപ്പെട്ട സ്ഥാപനങ്ങൾക്ക് ഉള്ള മുഴുവൻ സർവീസുകളും താൽക്കാലികമായി പുനരാരംഭിക്കും. കരാർ കോൺട്രാക്ട് മേഖലയിലുള്ളവർ സമർപ്പിച്ച 14 നിർദ്ദേശങ്ങൾ തൊഴിൽ മന്ത്രാലയം അംഗീകരിച്ചിട്ടുണ്ട്. സൗദിയിൽ കരാർ കോൺട്രാക്ടിംഗ് മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാനുള്ള 14 നിർദ്ദേശങ്ങൾ അംഗീകരിച്ചാണ് തൊഴിൽ മന്ത്രി അഹമ്മദ് അൽ റാജിയുടെ തീരുമാനം. കൗൺസിൽ ഓഫ് ചേംബേഴ്സിന് കീഴിലുള്ള കോൺട്രാക്ടർമാരാണ് തൊഴിൽ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയത്. ഇവരുമായി നടത്തിയ ചർച്ചക്കൊടുവിൽ മന്ത്രി എഞ്ചിനീയർ അഹമ്മദ് അൽ റാജി 14 നിർദ്ദേശങ്ങൾക്ക് അംഗീകാരം നൽകി. ഇതനുസരിച്ച് പ്രധാന തീരുമാനങ്ങൾ ഇവയാണ്. 1. ഫൈനൽ എക്സിറ്റിൽ പോയവർക്ക് പുറമെ റീ എൻട്രി വിസയിൽ പോയി തൊഴിലാളി തിരിച്ചു വരാത്ത സാഹചര്യമുണ്ട്. ഇവർക്ക് പകരം പുതിയ വിസ അനുവദിക്കുന്ന രീതി പുനരാരംഭിക്കും. 2. കോൺട്രാക്ടിംഗ് കമ്പനികൾക്കുള്ള സ്വദേശീവൽക്കരണ അനുപാതം പുനഃപരിശോധിക്കും. അതുവരെ ഇളം പച്ച, ഇടത്തരം പച്ച വിഭാഗത്തിൽപ്പെട്ട സ്ഥാപനങ്ങൾക്കുള്ള മുഴുവൻ സർവീസുകളും പുനരാരംഭിക്കും. 3. ദുൽഹജ്ജ് അവസാനം വരെ നിയന്ത്രണങ്ങളില്ലാതെയാണ് പ്രൊഫഷൻ മാറ്റം. മുഹറം മുതൽ പുതിയ മാനദണ്ഡങ്ങളോടെയും. 4. ദീർഘകാല കരാറിൽ ഏർപ്പെട്ട കമ്പനികളുടെ പ്രയാസങ്ങൾ കണക്കിലെടുത്ത് 2 വർഷ കാലാവധിയുള്ള വിസകൾ പുനരാരംഭിക്കും. 5. സമാന്തര സൗദിവൽക്കരണ പദ്ധതിയുടെ ഫീസ് പുനഃപരിശോധിക്കും. 6. ഉയർന്ന നിതാക്കാത്തിൽപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്ന് സുരക്ഷിത നിതാക്കാത്തിൽപ്പെട്ട സ്ഥാപനങ്ങളിലേക്ക് സ്പോൺസർഷിപ്പ് മാറാനും ധാരണ. 7. ഇളം പച്ച, ഇടത്തരം പച്ച, കടും പച്ച, പ്ലാറ്റിനം വിഭാഗങ്ങളിൽപ്പെടുന്ന മുഴുവൻ സ്ഥാപനങ്ങൾക്കും ഇനി മുതൽ തൊഴിൽ വിസകൾ അനുവദിക്കും. 8. കോൺട്രാക്ടിംഗ് കമ്പനികളെ ഉയർന്ന ലെവിയിൽ നിന്ന് ഒഴിവാക്കുകയോ അല്ലെങ്കിൽ പ്രതിമാസ അടിസ്ഥാനത്തിൽ ലെവി ഈടാക്കാൻ അവസരമൊരുക്കണമെന്ന് കമ്പനികൾ ആവശ്യപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ശിപാർശ രാജാവിന് സമർപ്പിക്കുമെന്നും മന്ത്രിയുടെ ഉറപ്പ്. കോൺട്രാക്ടിംഗ് കമ്പനികളുടെ നിലനിൽപ്പിന് ഏറെ ആശ്വാസകരമാകുന്ന പുതിയ പരിഷ്കാരങ്ങൾ പ്രവാസികൾക്ക് ഏറെ ഗുണം ചെയ്യും. ഇത്തരം അനുകൂല പരിഷ്കാരങ്ങൾ ഇതര മേഖലകളിലേക്കും വരുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസി സമൂഹം. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ. രാജ്യത്തെ റെന്റ് കാർ സ്ഥാപനങ്ങളിൽ നടപ്പാക്കേണ്ട കർശന നിയമങ്ങൾ പ്രഖ്യാപിച്ച് സൗദി അറേബ്യ. പുതിയ നിയമങ്ങൾ 3 മാസങ്ങൾക്കു ശേഷം നിലവിൽ വരും. നിയമം തെറ്റിക്കുന്ന സ്ഥാപനങ്ങൾക്ക് കടുത്ത പിഴയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയുടെ ഔദ്യോഗിക ഗസറ്റിലാണ് പ്രഖ്യാപനം. റെന്റേ കാർ സ്ഥാപനങ്ങളുടെ ലൈസൻസിന് കർശന ഉപാധികളുണ്ട്. അപേക്ഷയോടൊപ്പം 1 ലക്ഷം റിയാൽ ബാങ്ക് ഗ്യാരണ്ടി പൊതുഗതാഗത അതോറിറ്റിയിൽ കെട്ടിവെക്കണം. എന്തെങ്കിലും കാരണത്താൽ ലൈസൻസ് താൽക്കാലികമായി റദ്ദാക്കപ്പെടുന്ന സാഹചര്യത്തിൽ 90 ദിവസങ്ങൾക്കകം രേഖകൾ ശരിയാക്കണം. ഇല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ ലൈസൻസ് പരിപൂർണമായും റദ്ദാക്കും. സ്ഥാപനങ്ങളെ A, B, C, D എന്നിങ്ങനെ കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. ഓരോ കാറ്റഗറികൾക്കും നിശ്ചിത എണ്ണം കാറുകളും നിശ്ചയിച്ചിട്ടുണ്ട്. A കാറ്റഗറിയിൽ കുറഞ്ഞത് 3000 കാറുകളെങ്കിലും ഉണ്ടായിരിക്കണം. B കാറ്റഗറിയിൽ 300-ഉം Cയിൽ 100-ഉം Dയിൽ 15 കാറുകൾ ഉണ്ടായിരിക്കണം. മണിക്കൂറുകൾ അടിസ്ഥാനമാക്കി കാറുകൾ വാടകയ്ക്ക് നൽകുന്നതിനും ഡ്രൈവർ അടക്കം വാഹനം വാടകയ്ക്ക് നൽകുന്നതിനുമുള്ള അനുമതി A കാറ്റഗറി സ്ഥാപനങ്ങൾക്ക് മാത്രമായി ചുരുക്കി. B കാറ്റഗറിക്ക് മണിക്കൂറുകൾ അടിസ്ഥാനമാക്കി കാറുകൾ വാടകയ്ക്ക് നൽകുന്നതിന് മാത്രമേ അനുവാദമുള്ളൂ. C, D കാറ്റഗറികൾക്ക് 2 രീതിയിലും വാടകയ്ക്ക് നൽകാൻ കഴിയില്ല. സ്ഥാപനത്തിന് കീഴിൽ പുറത്തിറക്കുന്ന കാറുകൾ നേരത്തെ രാജ്യത്ത് രജിസ്ട്രേഷൻ ഉള്ളതാവാൻ പാടില്ല. കാറുകൾ 5 വർഷത്തിൽ കൂടുതൽ ഉപയോഗിക്കാനും അനുവാദമില്ല. 6 മണിക്കൂർ കുറഞ്ഞ സമയത്തിന് കാറുകൾ വാടകയ്ക്ക് നൽകരുത്. കൂലിക്ക് ആളെ കൊണ്ടുപോകൽ, ചരക്ക് നീക്കം ചെയ്യൽ, കാർ റാലികളിൽ പങ്കെടുക്കൽ, മറ്റു വാഹനങ്ങളെ വലിച്ചു കൊണ്ടുപോകൽ തുടങ്ങിയ ആവശ്യങ്ങൾക്കൊന്നും വാഹനങ്ങൾ വാടകയ്ക്ക് നൽകരുത്. ലൈസൻസ് ഇല്ലാതെയോ റദ്ദാക്കിയ ലൈസൻസ് ഉപയോഗിച്ചോ പ്രവർത്തിക്കുന്ന സ്ഥാപനം പിടിക്കപ്പെട്ടാൽ 5000 റിയാലാണ് പിഴ. ഉപഭോക്താവിന്റെ അവകാശങ്ങൾ നിഷേധിക്കുകയോ മറ്റു നിയമലംഘനങ്ങൾ നടത്തിയാലോ 2000 മുതൽ 5000 റിയാൽ വരെ പിഴ ചുമത്തും. സാദിഖ് അലി തുവൂർ, മീഡിയ 1, ജിദ്ദ.
ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ പോലും പൗരന് നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ടെന്ന് പരിസ്ഥിതി പ്രവർത്തകൻ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ. ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ ലീഗൽ സെൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിയമം ദുരുപയോഗം ചെയ്യപ്പെടുന്ന അവസ്ഥയാണ് ഇന്ത്യയിൽ ഇപ്പോഴുള്ളത്. അവകാശങ്ങൾ സംരക്ഷിക്കാൻ സാധാരണക്കാർക്കിടയിൽ ഭരണഘടനയെക്കുറിച്ചുള്ള അവബോധം ശക്തമാക്കണമെന്ന് ഹരീഷ് വാസുദേവൻ പറഞ്ഞു. ഓരോ ദിവസവും നിയമത്തെ പറ്റിയുള്ള വ്യാഖ്യാനത്തിനോ റിപ്പോർട്ടിങ്ങിനോ വേണ്ടി കൂടുതൽ സ്പേസ് മാറ്റിവെക്കേണ്ട തരത്തിൽ നിയമം എന്ന മേഖല വളർന്നുകൊണ്ടിരിക്കുകയാണ്. നിയമം കൂടുതൽ കോംപ്ലക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ കോംപ്ലക്സ് ആവുന്ന നിയമം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കൂടുതൽ പാലങ്ങൾ പണിയേണ്ട ആവശ്യകത കൂടിക്കൊണ്ടിരിക്കുകയാണ്. വിയോജിക്കാനുള്ള പൗരന്റെ അവകാശം നിഷേധിച്ചും വിയോജിക്കുന്നവരെ ഇല്ലാതാക്കിയും അധികാരം നിലനിർത്തണമെന്ന പ്രവണത അപകടകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. UAE പൊതുമാപ്പ് ബോധവൽക്കരണ സെമിനാർ ഷാർജ തൊഴിൽ മന്ത്രാലയം ലീഗൽ റിസർച്ചർ സലാഹ് സയ്യിദ് അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. ആക്ടിംഗ് പ്രസിഡന്റ് S. മുഹമ്മദ് ജാബിർ അധ്യക്ഷത വഹിച്ചു. ഷാർജ ലേബർ ഇൻസ്പെക്ടർ അലി ഫാറൂഖ് മുഹമ്മദ്, അഡ്വക്കേറ്റ് സന്തോഷ് P. നായർ, ഷാജി ജോൺ, നിസാർ തളങ്കര എന്നിവർ സംസാരിച്ചു. അബ്ദുള്ള മെല്ലച്ചേരി, അഡ്വക്കേറ്റ് സാജിദ് അബൂബക്കർ, അനു വാര്യർ, അഡ്വക്കേറ്റ് അബ്ദുള്ള UC എന്നിവർ സെമിനാറിൽ പങ്കെടുത്തു. തൻസി ഹാഷിർ മോഡറേറ്ററായിരുന്നു. ഹരിലാൽ സ്വാഗതവും സക്കറിയ നന്ദിയും പറഞ്ഞു. മീഡിയ 1 ഷാർജ. തനിമ സൗദി കിഴക്കൻ പ്രവിശ്യ കമ്മിറ്റി ഹജ്ജ് പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രവിശ്യയിലെ ദമാം, അൽ ഖോബാർ എന്നീ പ്രദേശങ്ങളിൽ നിന്നും ഹജ്ജിന് പോകുന്നവർക്കാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. തനിമ കിഴക്കൻ പ്രവിശ്യ പ്രസിഡന്റ് ഉമറുൽ ഫാറൂഖ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഹജ്ജിന്റെ ആത്മാവ് എന്ന വിഷയത്തിൽ കേന്ദ്ര പ്രസിഡന്റ് KM ബഷീർ ക്ലാസ് എടുത്തു. ഹജ്ജ് പഠന ഗൈഡുകളും പുസ്തകങ്ങളും ക്യാമ്പിൽ വിതരണം ചെയ്തു. NV അസ്കർ അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് കോയ, റഫീഖ്, ആസിഫ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. സൗദിയിൽ ഗാർഹിക വൈദ്യുത ഉപഭോക്താക്കൾക്ക് ആശ്വാസമായി തൈസീർ പദ്ധതി. ഇതുപ്രകാരം മാസം തോറും സ്ഥിരം തുകയടയ്ക്കാം. ശരാശരി ബിൽ തുകയുടെ അടിസ്ഥാനത്തിലാണ് സ്ഥിരം ചാർജ് നിശ്ചയിക്കുക. ഗാർഹിക വൈദ്യുത ഉപഭോക്താക്കളെ ലക്ഷ്യം വെച്ച പദ്ധതിക്ക് തുടക്കം കുറിച്ചത് സൗദി ഇലക്ട്രിസിറ്റി കമ്പനി. തൈസീർ എന്നാണ് പദ്ധതിയുടെ പേര്. ബാധകമാവുക പ്രതിമാസം 300 റിയാലിനും 3000 റിയാലിനും ഇടയിലുള്ള തുക ബിൽ അടക്കേണ്ടവർക്ക്. 30 ലക്ഷത്തോളം ഉപഭോക്താക്കളുണ്ടാകും ഈ ഇനത്തിൽ. ഈ മാസം മുതൽ ഇവരെ സ്വമേധയാ പദ്ധതിയിൽ അംഗങ്ങളാക്കും. ശരാശരി പ്രതിമാസ വൈദ്യുത ഉപയോഗം കണക്കാക്കിയാണ് നിശ്ചിത തുക തീരുമാനിക്കുക. ഓരോ വർഷാവസാനം അടച്ച തുകയും ആകെ തുകയും കണക്ക് നോക്കും. ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള കാലത്തെ പ്രതിമാസ ഉപഭോഗമനുസരിച്ചാണ് പ്രതിമാസ സ്ഥിരം തുക കണക്കാക്കുക. സ്വമേധയാ പദ്ധതിയിൽ അംഗങ്ങളായിട്ടില്ലാത്തവർക്കും പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാം. ഇടയ്ക്ക് വെച്ച് പദ്ധതിയിൽ നിന്ന് ഒഴിവാകുന്നതിനും അനുവാദമുണ്ട്. അധികമായി വരുന്ന ബിൽ കുടിശ്ശിക 6 ഗഡുക്കളായി അടച്ചു തീർക്കുന്നതിനും അവസരമുണ്ട്. സൗദിയിലെ വൈദ്യുതി റെഗുലേറ്ററി അതോറിറ്റിയായ ഇലക്ട്രിസിറ്റി ആൻഡ് കോജനറേഷൻ റെഗുലേറ്ററി അതോറിറ്റിയുടെ നിർദ്ദേശാനുസരണമാണ് പുതിയ സേവന പദ്ധതികൾ. മീഡിയ 1 ജിദ്ദ. സൗദിയിലെ ഇന്ത്യൻ അംബാസിഡർ അഹമ്മദ് ജാവേദ് ബുറൈദയിൽ സന്ദർശനം നടത്തി. ഇന്ത്യൻ സമൂഹവുമായുള്ള സമ്പർക്ക പരിപാടിയും നടന്നു. ബുറൈദ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ഓഡിറ്റോറിയത്തിലായിരുന്നു സംഗമം. ഇന്ത്യൻ സമൂഹവുമായി വിവിധയിടങ്ങളിൽ നടത്തുന്ന സമ്പർക്ക പരിപാടിയുടെ ഭാഗമായാണ് അംബാസിഡർ ബുറൈദയിലെത്തിയത്. സാമൂഹിക പ്രവർത്തകരും സാമൂഹിക രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുത്തു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള 100ഓളം പേർ പരിപാടിക്കെത്തി. തൊഴിൽ, വേതനം തുടങ്ങിയ പ്രശ്നങ്ങൾ ഉള്ളവർ യഥാസമയം എംബസിയിൽ രേഖാമൂലം അറിയിക്കണമെന്ന് അംബാസിഡർ അഹമ്മദ് ജാവേദ് പറഞ്ഞു. ജീവകാരുണ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഉന്നയിച്ച സംശയങ്ങൾക്ക് അംബാസിഡർ മറുപടി നൽകി. പാസ്പോർട്ട് സേവന കേന്ദ്രത്തിൽ അദ്ദേഹം സന്ദർശനം നടത്തി. വിവിധ മലയാളി സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു അംബാസിഡർക്ക് സ്വീകരണം. എംബസിയുടെ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും പരിപാടിക്കെത്തിയിരുന്നു. ഷിഹാബ് പൂക്കിപ്പറമ്പ്, മീഡിയ 1 ബുറൈദ. ബഹ്റൈനിൽ ശ്രീനാരായണ കൾച്ചർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓണം ചതയ ദിനാഘോഷവും നവരാത്രി മഹോത്സവവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിപുലമായ ഓണാഘോഷ പരിപാടികൾ ഓഗസ്റ്റ് 17-ന് ആരംഭിക്കും. ആവണത്തുമ്പിയും ആർപ്പുവിളിയും എന്ന പേരിലാണ് പരിപാടി ഒരുക്കുക. ജയകുമാർ IAS വിദ്യാരംഭത്തിന് കുരുന്നുകൾക്ക് അധ്യക്ഷരം കുറിക്കും. വാർത്താസമ്മേളനത്തിൽ ചെയർമാൻ ഗോവിന്ദൻ, ജനറൽ സെക്രട്ടറി രാജേഷ് ദിവാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ബഹ്റൈനിൽ മനുഷ്യക്കടത്തിനെതിരെ കർശന നിലപാട് തുടരുമെന്ന് ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി. മനുഷ്യക്കടത്തിന് ഇരയായവർക്ക് വേണ്ടി കഴിഞ്ഞ വർഷം ആരംഭിച്ച അഭയകേന്ദ്രത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതായും അധികൃതർ അറിയിച്ചു.
മനുഷ്യക്കടത്തിനെതിരെ ബഹ്റൈൻ ശക്തമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ഈ വിഷയത്തിൽ രാജ്യം സ്വീകരിച്ച നയസമീപനങ്ങൾക്ക് UN തലത്തിൽ അഭിനന്ദനം ലഭിച്ചിട്ടുണ്ടെന്നും LMRA ചീഫ് എക്സിക്യൂട്ടീവ് ഉസാമ ബിൻ അബ്ദുള്ള ലബസി പറഞ്ഞു. മനുഷ്യക്കടത്തിനെതിരായി സംഘടിപ്പിച്ച ജുഡീഷ്യൽ ആൻഡ് ലീഗൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോറത്തിൽ സംസാരിക്കവേ രാജ്യം കൂടുതൽ കർശനമായ നിലപാടുകൾ ഇക്കാര്യത്തിൽ സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മനുഷ്യക്കടത്ത് വിരുദ്ധ പരിശീലന റീജിയണൽ കേന്ദ്രം ഈ വർഷാവസാനത്തോടെ സഹലയിൽ പ്രവർത്തനം ആരംഭിക്കും. കേന്ദ്രം സ്ഥാപിക്കുന്നതും പ്രവർത്തന സജ്ജമാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് UN മനുഷ്യക്കടത്ത് ലഹരി വിരുദ്ധ ഓഫീസ് ഡയറക്ടർ ഒക്ടോബർ ആദ്യവാരത്തിൽ ബഹ്റൈൻ സന്ദർശിക്കും. കഴിഞ്ഞ വർഷം മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് 33 കേസുകളാണ് രാജ്യത്തുണ്ടായതെന്നും ഉസാമ ലബസി കൂട്ടിച്ചേർത്തു. മീഡിയ 1 ബഹ്റൈൻ. സൗദിയിൽ വാറ്റ് പരിശോധനയിൽ 300-ലേറെ നിയമലംഘനങ്ങൾ പിടികൂടി. വാണിജ്യ മന്ത്രാലയവും സക്കാത്ത് ആൻഡ് ടാക്സ് വിഭാഗവുമാണ് പരിശോധന നടത്തിയത്. കനത്ത പിഴയാണ് ഇവർക്ക് ഈടാക്കിയത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നു പരിശോധന. നടത്തിയത് 2000-ഓളം പരിശോധനകൾ. മൊബൈൽ, ഇലക്ട്രോണിക്, വീട്ടുപകരണങ്ങൾ എന്നിവ വിൽക്കുന്ന ഇടങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. നിയമലംഘനങ്ങൾ അധികവും വാറ്റ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടാണ്. രജിസ്റ്റർ ചെയ്യാതെ ബില്ലിൽ വ്യാജ വാറ്റ് നമ്പർ ചേർത്തതായി പരിശോധനയിൽ കണ്ടെത്തി. വ്യാജ നമ്പർ ഉപയോഗിച്ച് ഉപഭോക്താക്കളിൽ നിന്നും വാറ്റ് ഈടാക്കിയ സ്ഥാപനങ്ങൾക്ക് വൻതുക പിഴ വീണു. കൃത്യം ആവർത്തിച്ചാൽ നിയമ നടപടിയുണ്ടാകും. വ്യാജ വാറ്റ് നമ്പർ ഉപയോഗിച്ച് ഉപഭോക്താക്കളിൽ നിന്നും തുക ഈടാക്കുന്ന സ്ഥാപനങ്ങളെ തിരിച്ചറിയാൻ ആപ്ലിക്കേഷനുണ്ട്. രാജ്യത്തെ എല്ലാ ഉപഭോക്താക്കളും വാണിജ്യ മന്ത്രാലയത്തിനു കീഴിലുള്ള വാറ്റ് ആപ്ലിക്കേഷൻ ഉപയോഗപ്പെടുത്തണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. മീഡിയ 1 ദമ്മാം. ഇന്ത്യൻ ക്ലബ്ബും ഷിഫ അൽ ജസീറ മെഡിക്കൽ സെന്ററും സംയുക്തമായി ബഹ്റൈനിൽ സംഘടിപ്പിക്കുന്ന മെഗാ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് ഓഗസ്റ്റ് 17-ന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യൻ ക്ലബ്ബിൽ രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 12 വരെയാണ് ക്യാമ്പ്. ഇന്ത്യൻ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന ക്യാമ്പിൽ വിവിധ സ്പെഷ്യാലിറ്റികളിലായി നിരവധി ഡോക്ടർമാരും പാരാമെഡിക്കൽ അംഗങ്ങളും പങ്കെടുക്കും. വേനൽക്കാല രോഗബോധവൽക്കരണ ക്ലാസും ഒരുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ ഇന്ത്യൻ ക്ലബ്ബ് പ്രസിഡന്റ് കാഷ്യസ് പെരെ, ഷിഫ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ സൽമാൻ അലി ഗരീബ് തുടങ്ങിയവർ പങ്കെടുത്തു. കുവൈറ്റിലെ മലയാളി ഫുട്ബോൾ പ്രേമികൾ കാത്തിരുന്ന കെഫാക് സോക്കർ ലീഗ് 7ാം സീസണിന് തുടക്കമായി. മിസ്രിറ്റ് സ്പോർട്സ് അതോറിറ്റി സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ ദേശീയ ടീം അംഗം ISL താരവുമായ അനസ് എടത്തൊടിക ടൂർണമെന്റിന്റെ കിക്ക് ഓഫ് നിർവഹിച്ചു. കേരള എക്സ്പാറ്റ്സ് ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന സോക്കർ ലീഗിന്റെ 7ാമത് സീസണാണ് വെള്ളിയാഴ്ച ആദ്യ വിസിൽ മുഴങ്ങിയത്. ഫുട്ബോൾ ഫോർ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ഫ്രറ്റേണിറ്റി എന്നതാണ് ഇത്തവണത്തെ സ്ലോഗൻ. പ്രൗഢമായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. കളിക്കാർക്കും കളിയാസ്വാദകർക്കും പുറമെ കുവൈത്തിലെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ത്യൻ താരം അനസ് എടത്തൊടികയുടെ സാന്നിധ്യം കളിക്കാരെ ആവേശത്തിലാക്കി. ഒരുപാട് എൻ്റെ കൂടെ കളിച്ചും ഒരുപാട് എൻ്റെ കോളേജിലും എൻ്റെ ക്ലബ്ബുകളും കളിച്ച ഒരുപാട് വ്യക്തികളെ കാണാൻ പറ്റൂ. ഈവൻ കളിച്ചുകൊണ്ടിരിക്കുന്ന റിതേഷിനെ എൻ്റെ കൂടെ അക്കാഡമി യങ് പ്ലെയർ ആയിരുന്നു. അവരെല്ലാം ഇവിടെ വന്ന് കളിക്കുന്നു. അത് കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട്. കെഫാക്കിലെ 16 ക്ലബ്ബുകൾ പങ്കെടുത്ത 10 മിനിറ്റ് വീതമുള്ള പ്രദർശന മത്സരങ്ങളോടെയാണ് സീസൺ 7 ആരംഭിച്ചത്. 18 യൂത്ത് സോക്കർ ടീമുകളും 18 മാസ്റ്റേഴ്സ് ടീമുകളും 10 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഫുട്ബോൾ പരമ്പരയിൽ മാറ്റുരയ്ക്കും. മിഷ്രിഫ് സ്പോർട്സ് അതോറിറ്റി സ്റ്റേഡിയത്തിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും 3 മണി മുതൽ 9 മണി വരെയാണ് മത്സരങ്ങൾ. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈറ്റ് സിറ്റി. യൂത്ത് ഇന്ത്യ ജിദ്ദ സൗത്ത് ചാപ്റ്റർ 2ാമത് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. സൂഖ് അൽ ഷാത്തി സ്റ്റേഡിയത്തിൽ നടന്ന ടൂർണമെന്റിലെ ജിദ്ദയിലെ പ്രമുഖരായ 8 ടീമുകൾ പങ്കെടുത്തു. പ്രവാസി സാംസ്കാരിക വേദി ജനറൽ സെക്രട്ടറി റഹീം ഒതുക്കുങ്ങൽ ഉദ്ഘാടനം ചെയ്തു. ഫാൽക്കൺ FCയെ പരാജയപ്പെടുത്തി സാഗോ FC ടൂർണമെന്റിൽ ജേതാക്കളായി. മികച്ച കളിക്കാരനായി ഫാൽക്കൺ FCയിലെ തൗഫീഖിനെയും മികച്ച ഗോൾ കീപ്പറായി സാഗോ FCയിലെ ജനീഷിനെയും തിരഞ്ഞെടുത്തു. വിജയികൾക്കുള്ള ട്രോഫികളും മെഡലുകളും യൂത്ത് ഇന്ത്യ പ്രസിഡന്റ് CH റാഷിദ് വിതരണം ചെയ്തു. കേരളത്തിലെ പ്രളയ ദുരിതം നേരിടാൻ പ്രവാസി വ്യവസായിയും UAE എക്സ്ചേഞ്ച് ചെയർമാനുമായ BR ഷെട്ടി 2 കോടി രൂപയുടെ സഹായധനം പ്രഖ്യാപിച്ചു. തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുമെന്ന് അദ്ദേഹം പറഞ്ഞു. മഴക്കെടുതി അനുഭവിക്കുന്ന കേരളത്തിലെ വിവിധ മേഖലകളിൽ യൂണിമണി ശൃംഖലയുടെ ജീവനക്കാർ സന്നദ്ധ പ്രവർത്തനങ്ങൾക്കായി രംഗത്തിറങ്ങുമെന്ന് ഡോക്ടർ BR ഷെട്ടി പറഞ്ഞു. ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ച അടിയന്തര കേന്ദ്രങ്ങളിൽ ആഹാര സാധനങ്ങളും മരുന്നുകളും രക്ഷാസാമഗ്രികളും എത്തിക്കാൻ ജീവനക്കാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ 376 ശാഖകളുള്ള യൂണിമണിയുടെ 3500ഓളം ജീവനക്കാർ ദുരിതബാധിതർക്കായി സംഭാവനകൾ സ്വരൂപിക്കുമെന്ന് ഗ്രൂപ്പ് CEO പ്രമോദ് മാങ്ങാട്ട്, യൂണിമണി MDയും CEOയുമായ അമിത് സക്സേന എന്നിവർ അറിയിച്ചു. പിന്തുണയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നന്ദി അറിയിച്ചതായും
UAE എക്സ്ചേഞ്ച് വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. മീഡിയ 1 അബുദാബി.